ഇനി നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഒരു യന്ത്രത്തെ പോലും ജീവിക്കാൻ എന്നെ കൂടെ പറ്റത്തില്ല. പിന്നെ അവിടെ ഒരു മാനേജറുണ്ട്, അവന്റെ ഭാവം കണ്ടാലോ, അവനാണ് അവിടുത്തെ സർവ്വതൊന്നും. അത് അയാളുടെ ചുമതല. അയാൾ പെർഫെക്റ്റ് ആണ്, എന്റെ ഫ്രണ്ട് ആണ് അയാള്. നിങ്ങൾ അവിടെ ചെന്ന് ലേഡീസ് സ്റ്റാഫുമായി ചേർന്ന് അയാൾക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവനാണിപ്പോ ശരിയല്ല, അവനെതിരെ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചു. അതിന്റെ ചുരുക്കാവന്. എന്റെ ചന്ദ്രേട്ട, അറബിയുടെ വിശ്വസ്തനാണ് അയാള്. ചന്ദ്രേട്ടൻ ചെയ്യുന്നതെല്ലാം അപ്പപ്പോ അയാളുടെ മുന്നിലെത്തും. നല്ലതിനെ ആർക്കും വേണ്ടാത്ത കാലമായി. എന്തിന്? നിനക്ക് എന്നെക്കാൾ വിശ്വാസം നിന്റെ ഫ്രണ്ടിനെയല്ലേ? അതെ, നിങ്ങളെ എനിക്ക് അറിഞ്ഞൂടെ? എവിടെ ചെന്നാലും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും നുണ പറച്ചിലും. മടുത്തു എനിക്ക് നിങ്ങളെ കൊണ്ട്. എന്റെ മനസമാധാനം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും കൊണ്ടാ. നീ ഓരോന്ന് പറഞ്ഞ എന്റെ മൂട് കളയല്ലേ. 6 മാസമായി നിന്നെ നടത്തിയിട്ടില്ല. എന്നോട് ചിന്തിക്കാൻ വരുന്നേ, വെറുപ്പാ എനിക്ക് നിങ്ങളെ. എത്ര ലക്ഷങ്ങളാ നിങ്ങൾക്ക് വേണ്ടി പല തവണയായിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. അതിന് പകരം എന്റെ പേരിലുള്ള കെട്ടിടങ്ങളൊക്കെ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ സ്വത്ത് എല്ലാം മറ്റു പെണ്ണുങ്ങളുടെ കയ്യിലായി പോയേനെ. അല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ട്യൂട്ടോറിയൽ നടന്ന സംഭവം? ആദ്യം മകള്, പിന്നെ അമ്മ. അവര് കേസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചില്ല. എത്ര ലക്ഷങ്ങളാ അപ്പോഴും ചെലവായതെന്നറിയോ? ഒന്ന് നിർത്തടി. ആരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഇച്ചിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി, അതിന്റെ ഉറപ്പാണ്. ആദ്യമേ നിങ്ങൾ നല്ലൊരു ഭർത്താവാണ്. നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ മോൾ ഒളിച്ചോടിപ്പോയത്. ഇപ്പോ മരുമകനും മോൾക്കും ഞാൻ ചെലവിന് കൊടുക്കണം. ഓ, നീ വലിയ സൂപ്പറുണ്ടല്ലേ, നീ കൊടുത്തേരെ. ഒന്നുമില്ലെങ്കിലും മരുമോനല്ലേ. ചന്ദ്രേട്ട ബോ, എനിക്കേ നാളെ ജോലിക്ക് പോകേണ്ടതാ. ഒരു മീറ്റിംഗ് ഉള്ളതാ. ഉറങ്ങണം.